തേങ്ങ ഇങ്ങനെ വറുത്തിട്ട് ഈ പോർക്കിൻ്റെ നെയ്യിലിങ്ങനെ പരണ്ട് വരുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു എന്താ പറയുക പോർക്കിൻ്റെ ഒരു ഡ്രൈ ഐറ്റമാണ് കേട്ടോ. അതായത് നമ്മളുടെ തൃശ്ശൂർക്കാരുടെ കല്യാണങ്ങളുടെ ഒരു മെയിൻ ഐറ്റമാണ്. പിന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഒരു തൃശ്ശൂർ സൈഡിലാണ് അത് കുറച്ച് ഫേമസ് ആയിട്ടുള്ളത്. ഇത് എൻ്റെ കെട്ടിയോനും ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ അനിയൻ വരുമ്പോൾ അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും, കെട്ടിയോൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മായിമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 കിലോ പോർക്കുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഈ ചുവന്നുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇത് 3. ഫസ്റ്റ് അതിൻ്റെ മാരിനേഷൻ. പിന്നെ നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി അഗെയിൻ ഒരു 2 സ്പൂൺ. ഇതിനകത്തോട്ട് നമ്മളൊരു 2 സ്പൂൺ തന്നെ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1 സ്പൂൺ. പിന്നെ നമ്മളിതിനകത്തോട്ട് 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ വിനാഗിരി. പിന്നെ നമുക്ക് ഈ സ്റ്റേജിൽ ഇച്ചിരി പോർക്കിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി വരാൻ ഈ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നത് ഭയങ്കര നല്ലതെന്ന് പറയും. അപ്പോൾ അതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കൂട്ടിത്തിരുമ്പോൾ ഇത് നന്നായിട്ട് കൂട്ടിത്തിരുമ്പോൾ അപ്പോൾ നമ്മൾ നന്നായിട്ട് കൂട്ടിത്തിരുമ്പിണ്ട് ഇത് നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ടോപ്പിംഗ് ഉണ്ട് കേട്ടോ. ആ ടോപ്പിംഗ് ആണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിനൊരു തൃശ്ശൂർ സ്റ്റൈൽ പോർക്ക് ഇതാക്കുന്നത്. ആദ്യം തന്നെ എന്താ പറയുക, ഈ വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു കുറച്ച് വെളിച്ചെണ്ണ മതിയോ. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എല്ലാത്തോട്ട് ഒരു പിടി തേങ്ങ എന്നുള്ള കേട്ടോ ശരിക്കും കണക്ക്, ഒരു 1/2 കിലോനെ. ഇച്ചിരി തേങ്ങയൊക്കെ ഇടുന്നത് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ ഇടാം. ഇത് നമ്മളിതൊന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറുകപ്പട്ട. ഇതിലൊരു ഏലക്കായ നിങ്ങൾക്ക് ഇടാം കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഈ സ്റ്റേജിൽ ഏലക്കായ ഇടുക. എന്നിട്ട് ഇതൊരു എന്താ പറയുക, ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു റെഡ് കളറാവണ വരെ നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അടി പിടിക്കരുത്, തീ കൂട്ടരുത്, ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാനേ. പാത്രത്തിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് 3 ചതച്ചത് ചേർക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഒരു ബ്രൗൺ കളറായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിനകത്തോട്ട് പൊടികൾ ചേർക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ചേർക്കുന്നത് 1 സ്പൂൺ വറ്റൽമുളക്, എരിവനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 സ്പൂൺ ഗരം മസാല. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ, ഈ മസാല ഒന്ന് മുരിയാനുള്ള വെളിച്ചെണ്ണ. ഇതൊരു ഡ്രൈ ഡിഷാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടായാലാണ് ആ പോർക്ക് ആ നെയ്യിലും ഒക്കെ ഡ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പോൾ മസാല മൂത്തുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ആ കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്ത പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ വേവിച്ച് വെച്ച പോർക്ക് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്കറിലിട്ട ഫുൾ പോർക്ക് ഇതിനകത്തൊട്ടുണ്ട്. നമ്മൾ ആ മസാലയിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗ്രേവി വറ്റി ഡ്രൈ ആവുന്ന വരെ ഇത് നല്ല ഹൈ തീയിൽ കുക്ക് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ എന്താ പറയുക, നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ തേങ്ങയിൽ കിടന്ന് ഇതിങ്ങനെ പെരണ്ട് വരും. ഈ തേങ്ങ ഇതിൻ്റെ നെയ്യേലും ഗ്രേവിയിലും ഒക്കെ പെരണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ അസാധ്യ ടേസ്റ്റാട്ടോ. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഇതൊക്കെ ഓൾറെഡി അറിയായിരിക്കും. അപ്പോൾ വേറെ ആൾക്കാർ ഇതൊക്കെ ഒന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കണ്ട, ഇത്ര ഉള്ള പരിപാടി, വെരി സിമ്പിൾ. കണ്ട, നല്ല ഡ്രൈ ആയിട്ട് കറുത്ത് കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരുന്ന രീതിയിലിരിക്കുന്നത് കണ്ടോ. എങ്ങനെ ഇരുന്ന് പോർക്കാ ഇപ്പം ഇരിക്കുന്ന ഇരിപ്പ് നോക്കി.
ഒരു മിനിറ്റ് ഇതിങ്ങനെ വെച്ചാൽ മതിയിട്ട് അതിൽ കൂടുതലൊന്നും സത്യം പറഞ്ഞാൽ വെക്കണ്ട. അപ്പോഴേക്ക് ഇത് കാരണം നമ്മളിതെല്ലാം ഡ്രൈ ആക്കിയ സംഭവങ്ങളാണ്. തേങ്ങ ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് വറുത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെന്താ പറയുക, പോർക്ക് നമ്മൾ ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അധികം സമയം വേണ്ട. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ പോർക്ക് എന്താ പറയുക സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അട്ടുപൊളി എന്താ പറയുക, ഇങ്ങനെ ഈ തേങ്ങ വറുത്തതിൽ പൊതിഞ്ഞിട്ടുള്ള നമ്മുടെ പോർക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. കുറച്ച് ഗ്രേവിയും ഒരു പോർക്കിൻ്റെ പീസും. തേങ്ങ ഇങ്ങനെ വറുത്തിട്ട് ഈ പോർക്കിൻ്റെ നെയ്യിലിങ്ങനെ പരണ്ട് വരുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. എന്താ പറയുക, എല്ലാത്തിലും ഈ നോൺ വെജിൻ്റെ കൂടെ തേങ്ങ ചേരുമ്പോഴുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു റെയറസ്റ്റ് കോമ്പിനേഷൻ തന്നെ കേട്ടോ. ഈ കാലിക്കറ്റ് ഭാഗത്തൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാ ഡിഷുകൾ നോൺ വെജ് ഡിഷസിൻ്റെ കൂടെ അവർ തേങ്ങ വറുത്തിടാറുണ്ട്. അതിൻ്റെ വേറൊരു ഫോമായിട്ട് വരും ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു അടിപൊളി ഡിഷായിട്ട് വരുന്നത് വരെ ബൈ.